റെഡി ആയിട്ടുണ്ട്. ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ മീൻ ബിരിയാണി ടേസ്റ്റിംഗ് ടൈമാണ്. ഞാൻ എല്ലാത്തിലും കുറേ ചോറും മീനും. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ഡ്രീംസ് ഫോർ ലൈഫ് യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാനൊരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. അയില ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിലേക്ക് മസാലയൊക്കെ പുരട്ട. ഇതാണ് അയില. അയില മസാലയൊക്കെ പുരട്ടി കൊടുക്കാം. ആദ്യം നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറെ മീനുള്ളത് കാരണം ഞാൻ ഒരു സ്പൂൺ ഇടുന്നുണ്ട്. ഒരു 1.5 സ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ മഞ്ഞപ്പൊടി ഇട്ടിടുന്നുണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യാട്ടോ. നമുക്ക് ഇച്ചിരിടാം. ഉപ്പ് നോക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇത്തിരി ലെമൺ ചെറുനാരങ്ങയും കൂടി ആക്കി കൊടുക്കുന്നുണ്ട്. നീര് നമുക്ക് അയിലയിലേക്ക് കുറച്ച് ആക്കി കൊടുക്കാം. അപ്പൊ ഗൈസ്, നമുക്കിനി മീൻ പൊരിക്കാം. അത് നമുക്ക് ഓണാക്കാം. ഗൈസ്, നമുക്കിനി വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്ക് കുറച്ച് ഉള്ളി കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ട് ഇത് നമുക്ക് ഒന്ന് ചെറുതായിട്ട് പൊരിച്ചെടുത്ത് വറുത്ത് കോരി വെക്കാം. എന്നാലേ നമുക്ക് മുകളിൽ ഇടാൻ പറ്റുള്ളൂ കേട്ടോ. നമുക്കിത് നന്നായിട്ട് വറുത്ത് വന്നാൽ കോരി എടുക്കാം. നമ്മളുടെ ഉള്ളി ഇപ്പം നന്നായിട്ട് ഇതായി വന്നിട്ടുണ്ട്, മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് വറുത്ത് കോരാം. അപ്പൊ നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇടാം. ഗൈസ്, നമ്മൾ മീൻ പൊരിക്കാൻ പോവാണ്. അതിനുവേണ്ടി ഫസ്റ്റ് ആദ്യം എണ്ണ നന്നായിട്ട് ചൂടാക്കിയിട്ട് അപ്പം നമ്മൾ മീനൊക്കെ പൊരിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് മസാല ഉണ്ടാക്കണം. ഉള്ളി ഇപ്പൊ മീൻ പൊരിച്ച അതേ സാധനത്തിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്കിതിടാം. നമ്മള് ഉള്ളി എന്നിട്ട് വഴറ്റിയെടുക്കണം. ഇനി നമ്മൾ ഉള്ളി ഇട്ടിട്ടുണ്ട് ആദ്യം. നമുക്കിത് മുളക് പൊടി ഇടാം. മുളക് പൊടി മഞ്ഞപ്പൊടിയൊക്കെ ഇടാം. ആദ്യം മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ പോരാ, കുറെ ഉള്ളിലുള്ള 1 സ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു. നമുക്ക് മിക്സ് ചെയ്യാം. ഉപ്പിടാം. മസാല ഇട്ട് കൊടുക്കാം. കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. തക്കാളി നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. വീട്ടിലുണ്ടായ പുതിനയില ഇട്ടിട്ടുണ്ട്, പിന്നെ മല്ലിയിലുണ്ട്, അത് ഇട്ടിട്ടുണ്ട്. മീനാണ്, നമുക്ക് ഇട്ട് കൊടുക്കാം. മീൻ പതുക്കെ ഇട്ട് കൊടുക്കാം. ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ റൈസ് നമ്മൾ കോള റൈസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിന് വില കുറവാട്ടോ ഇത് വാങ്ങാൻ. ഗൈസ്, അപ്പൊ നമ്മൾ 1 ഗ്ലാസ് അരി ഉണ്ടാക്കി വീതം വെച്ചെടുക്കുവാണ്. നമുക്ക് 1 ഗ്ലാസ് അരി ഇടാം. അപ്പൊ ഗൈസ്, നമ്മൾ എടുത്തിട്ടുള്ളത് 4 ഗ്ലാസ് അരിയാണ്.
അപ്പൊ നിങ്ങൾ വീട്ടിൽ എത്ര ആളുണ്ടോ ഒരു ഗ്ലാസ് രണ്ടാക്കി വീതം എടുക്കുക. ഇനി നമുക്ക് ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. അപ്പൊ 6 ഗ്ലാസ് വെള്ളം എടുക്കാം. അപ്പോൾ 6 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കുക്കറിലേക്ക്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് ഉപ്പ് ആദ്യം ചേർത്ത് കൊടുക്കാം വെള്ളത്തിലേക്ക്. നമുക്ക് ഉപ്പ് വെള്ളത്തിൽ രുചി ഒക്കെ കഴിഞ്ഞ് കുറച്ച് കൂടുതലായിട്ട് നിൽക്കണം. അപ്പൊ നമ്മൾ ഉപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ സാധനങ്ങളായിട്ട് ഇടാം. അത് നെയ്യ് ഇടാം. നെയ്യ് 1 സ്പൂൺ ഇടാം. ഒരു സ്പൂൺ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇടാം. അത് നമുക്ക് ഏലക്കായ ഇടാം. ഏലക്കായ കുറച്ചും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പട്ട ഇടാം. പട്ട എടുത്തിട്ടുണ്ട്, അതിടാം. ഇനി നമുക്ക് തക്കാളി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചെറുനാരങ്ങ ചെറുതായിട്ട് ഇങ്ങനെ സ്ലൈസ് ചെയ്ത് വെച്ച് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് സെറ്റ് ആക്കാട്ടോ. ഇതാണ് ഇപ്പത്തെ. നമുക്ക് ഇതവിടെ വെച്ചിട്ട് അരി നമുക്ക് പോയി കഴുകാട്ടോ. നമുക്കിനി അരി മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെയ്ത് കൊടുക്കാം. അരിയും തക്കാളിയും ചെറുനാരങ്ങയും മല്ലിച്ചപ്പൊക്കെ ഉണ്ട്. നമുക്ക് മൂടി വെച്ചിട്ട് അടുപ്പത്ത് വെക്കാട്ടോ. ഇനി നമുക്കിത് 3 വിസിലായി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം അടുപ്പത്ത് നിന്ന്. നമുക്ക് അതിനെ വെയിറ്റ് ചെയ്യാം. നമ്മൾ നെയ്യ് ഒഴിക്കാൻ പോവാണ്. ഇനി ഇത് മീന് ഉള്ളതിൽ ഇത് ഇങ്ങോട്ടേക്ക് മാറ്റാം. ഞാൻ വട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് മീന് മാറ്റാൻ പോവാണ് ഞാൻ. മീനെടുത്ത് ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ മുകളിലേക്ക് മല്ലിയില ചെറുതായിട്ട് മുറിച്ചിട്ട് നന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നെയ്യ് ഒഴിക്കാം. കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഉള്ളി ആദ്യം ഇട്ട് കൊടുക്കാം. ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കാം. നമ്മൾ എല്ലാത്തിലും വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ടേസ്റ്റിംഗ് ടൈമാണ്. ഞാൻ എല്ലാത്തിലും കുറെ ചോറും മീനും വിളമ്പിയിട്ടുണ്ട്. ഇനി നമുക്ക് സാലഡൊക്കെ വിളമ്പാം. സാലഡ് ഉണ്ട്, അച്ചാറും ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. നമുക്ക് മീൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. മീനുണ്ട്, മുള്ളുണ്ട്. ചോറ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് അതിലെ കൊണ്ടും ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ബിരിയാണി വെക്കാനാവും. നല്ല ടേസ്റ്റ് ഉണ്ട്. എന്നാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം വീട്ടിൽ നിന്ന്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ എന്നാലും കുറെ പേര് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, അവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എന്നാലും ബൈ.